കളക്ഷൻ പറഞ്ഞതിന് ശേഷം ഇവിടുന്നേലും വന്നിട്ടില്ലാന്ന് പറയും. എനിക്ക് തോന്നുകയാണ് ഓക്കെ കൊടുത്തോളൂ എന്ന് എനിക്ക് തോന്നണം. പക്ഷെ പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ പടക്കളത്തിന്റെ റവന്യൂ എന്നാണ് ഞാൻ ഇതിന്റെ മ്യൂസിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഞാനാണ്. എനിക്ക് മാസാമാസം റവന്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്താണ് ഞാൻ ഇത് എൻഡ് ചെയ്യുന്നത്? ചിലപ്പോൾ 2 മാസത്തിന് ശേഷമായിരിക്കും ഞാൻ ഇതിന്റെ റീമേക്ക് റൈറ്റ്സ് വിൽക്കുന്നത്. അപ്പൊ അത് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്ത് ഞാൻ ചിലപ്പോൾ എന്റെ 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിയുമ്പോഴായിരിക്കും പടക്കളം എന്നുള്ള സിനിമയുടെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത്. ആ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതിന്റെ ടോട്ടൽ റവന്യൂ വേഴ്സസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന പടക്കളത്തിന്റെ റവന്യൂ അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന റവന്യൂ എങ്ങനെയാണ് അതിന് അത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അതിൽ വേരിയേഷൻ വർദ്ധിക്കാൻ കുറയ്ക്കാറുണ്ട്. ഞങ്ങളുടെ സിനിമകൾക്ക് ഞങ്ങൾക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. ഞങ്ങൾ എപ്പോഴും ഒരു ഹയർ ബഡ്ജറ്റാണ് ഇടുക. ബിക്കോസ് നമ്മൾ അതിനെ വെച്ചിട്ടാണ് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാകുന്നത്. റൈറ്റർ ഫിലിമോസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ഒരു മഴ വന്നാൽ അല്ലെങ്കിൽ എന്റെ ഫോഴ്സ് മെജർ അല്ലെങ്കിൽ ഒരു അതിന് വരെ നമ്മൾ ഒരു പ്രൊവിഷൻ വെക്കും. ആ പ്രൊവിഷൻ വെച്ചിട്ട് എപ്പോഴും ഷിബുവിനോടും വിനുവിനോടും പറയും, ഒരു പ്രൊവിഷൻ വെച്ചിട്ട് ഇതിന്റെ ഹയസ്റ്റ് പറഞ്ഞാൽ. കാരണം അതിന് ബാക്ക്വേർഡ്സ് അതിന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ? ഞങ്ങൾക്ക് എപ്പോഴും 10 to 15% കുറവേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുക്കുന്ന കണക്കല്ല ആ കോസ്റ്റ് അല്ല കോസ്റ്റ്. ഓക്കെ, ചിലത് കൂടിയേക്കാം, ചിലത് കുറഞ്ഞേക്കാം. നമ്മൾ ആദ്യം കൊടുക്കുന്ന കോസ്റ്റ് ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല. എന്തെല്ലാം വേരിയേഷൻസ് വരും. നമ്മളൊരു സിനിമ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് കോസ്റ്റ് കൊടുക്കുന്നത്. അതിന് ചിലപ്പോൾ ആക്ടേഴ്സ് ചേഞ്ച് വരും, ടെക്നീഷ്യൻസ് ചേഞ്ച് ചെയ്ത് വരും, ചിലപ്പോൾ ലൊക്കേഷൻസ് ചേഞ്ച് ആവും, ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോ ഇപ്പം പടക്കളം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടിലും ഡേയ്സ് കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് കുറച്ച് നമ്മൾ ചെയ്തു. അത് ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ഡേയ്സ് കുറയ്ക്കാൻ പറ്റി. അപ്പൊ അത് നമ്മൾ കോസ്റ്റില് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സ്ഥാപനം ഒരു ആനുവൽ കണക്ക് എല്ലാ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും അവരുടെ ഇത് നമ്മളിപ്പോ ബാലൻസ് ഷീറ്റ് കൊടുക്കാന്ന് പറയുന്നത്, ആ ബാലൻസ് ഷീറ്റ് കൊടുത്ത് അപ്രൂവ് ചെയ്ത് ഇതാണ് ഇൻഡസ്ട്രി കണക്ക്. മാസാമാസം എങ്ങനെ കണക്ക് കൊടുക്കാൻ പറ്റും? ഒരു ബിസിനസിനും മാസാമാസം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വാല്യൂറ്റ് ചെയ്യുന്നത്? ഏത് ബിസിനസിന് വാല്യൂറ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പൊ അത് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രൊഡ്യൂസർ എന്നുള്ള മെമ്പറുമാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോ നമ്മളൊരു ബഡ്ജറ്റ് ഇപ്പൊ ആട് 3 തുടങ്ങുന്നു. ആട് 3ക്ക് നമ്മളൊരു ബഡ്ജറ്റ് ഇടുന്നു. അതുപോലെ പടക്കളം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബഡ്ജറ്റ് ഇടും. ഇതില് പല സാഹചര്യങ്ങൾ കൊണ്ട് ബഡ്ജറ്റിന് മാറ്റങ്ങൾ വരാം. ഒരാൾക്ക് അസുഖം വരാം, ഷൂട്ട് നടന്നില്ല എന്ന് വരാം, ബഡ്ജറ്റ് മാറും. അതുപോലെ തന്നെ മഴ വന്നാൽ ബഡ്ജറ്റ് മാറും. അങ്ങനെ ഏത് സാഹചര്യത്തിലും ഇത് രണ്ടും സംഭവിക്കാം. പിന്നെ നമ്മൾ ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമല്ലല്ലോ ഉള്ളത്, നിരവധി അസോസിയേഷൻ ഉണ്ട്. വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഉണ്ട്, സ്വർണ്ണത്തിന് അസോസിയേഷൻ ഉണ്ട്, സ്വർണ്ണക്കടകളുണ്ട്. ഈ എല്ലാ കടകളും ലാഭമാണ്. എല്ലാ അസോസിയേഷനിലും എല്ലാം ലാഭമായിരിക്കില്ല. അതുകൊണ്ട് ആ ഇൻഡസ്ട്രി മൊത്തം നഷ്ടമാണ്. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു വില പട്ടിക പറയുമ്പോൾ മാസം തോറും പറയുമ്പോഴത്തേക്ക് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന പല പ്രൊഡ്യൂസേഴ്സും ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ പല കമ്പനിക്കുള്ള ഇൻവെസ്റ്റേഴ്സും അതായത് പിന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിന് കൂടിയ ആലോചന വേണം. ഒരു പടം ഇറങ്ങിയാൽ ആ പടത്തിന് ഒരു 6 മാസം സമയം കൊടുക്കണം. അതിന്റെ എല്ലാ റൈറ്റ്സ് വിറ്റോ, അതിന്റെ OTT ബിസിനസ് നടന്നോ, റവന്യൂ ഏതൊക്കെയാണ് വന്നത് എന്ന് നോക്കി കണ്ട് അതിന്റെ ഒരു ചാർട്ടാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഒരാഴ്ച കൊണ്ട് ഒരു പടം നഷ്ടമാണോ, ആ പടം ഏതെങ്കിലും ലാംഗ്വേജിൽ വിറ്റുപോയാൽ എങ്ങനെയാണ്, പിറ്റേ ആഴ്ച ഇവർ വില പട്ടിക ഇട്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് വിറ്റെങ്കിലും. അപ്പൊ അതൊക്കെ തെറ്റ് തന്നെയാണ്. നമുക്ക് ഇൻഡസ്ട്രീനെ പിടിച്ചു നിർത്തുക, ബഡ്ജറ്റ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ വർഷം 202 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു. ഇതിൽ ഡിസംബർ മാസങ്ങളിൽ എനിക്ക് തോന്നുന്നത്
സെൻസർ ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളും അവാർഡ് കാറ്റഗറിയിൽ പോകുന്ന സിനിമകളും. ഈ സിനിമകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇതും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ കണക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് പറയുമ്പോൾ ഇൻഡസ്ട്രി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടായ ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നത് മലയാളം ഇൻഡസ്ട്രി ആണ്. അത് വെച്ച് നമ്മൾ കണക്കാക്കിയാൽ കഴിഞ്ഞതിന് ഈ ഒരു 50 പടങ്ങളോളം ഡിസംബറിൽ സെൻസർ ചെയ്യുന്ന അവാർഡ് പടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞ് ബാക്കി 150 സിനിമകൾ ഉണ്ടാവാം. അതിൽ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും പരിചയക്കാർക്കും നേരത്തെ പറഞ്ഞ പോലെ വിജയ് സാർ പറഞ്ഞ പോലെ ഒരു സിനിമ എടുക്കണമെന്ന താല്പര്യത്തോടുകൂടി വരുന്ന ആൾക്കാർക്ക് പടമെടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു 60 സിനിമയായിരിക്കും മലയാള ഇൻഡസ്ട്രിയിൽ കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടാകും. ഈ 60 സിനിമയിൽ ഏതാണ്ട് 27 സിനിമയോ 26 സിനിമയോ ഹിറ്റുകളായിരുന്നു. അപ്പൊ ഏതാണ്ട് 50% ഹിറ്റുകൾ ഉണ്ടായ ഇൻഡസ്ട്രി ഈ ഒരു വില പട്ടിക വന്നതോടുകൂടി സത്യത്തിൽ പടങ്ങളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. പടങ്ങളുടെ എണ്ണം വളരെ വലിയതായിട്ട് കുറഞ്ഞു. കാരണം ഞാൻ ഫെഫ്കയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പ്രോജക്റ്റ് അവിടെ വരുന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അപ്പോൾ ഇൻഡസ്ട്രിയിലും സിനിമ യഥാർത്ഥത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ രഞ്ജിത്തേട്ടൻ പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടനോട് ഞാൻ ചോദിച്ചു, രഞ്ജിത്തേട്ടൻ നമ്മളിവിടെ എല്ലാം നഷ്ടം എന്ന് പറയുമ്പോൾ OTT-കാരെങ്ങനെ പടം എടുക്കുക? അവര് വരും, അവിടെ മൊത്തത്തിൽ അവതാളത്തിലല്ലേ, പിന്നെ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് പറഞ്ഞാൽ അത് തരും എന്നുള്ള രീതിയിലേക്കാണ്. വിജയ് സാർ, ആസ് എ പ്രൊഡ്യൂസർ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഓരോ മാസം കഴിയുന്തോറും സിനിമ ഇറങ്ങുന്ന സിനിമകളുടെ ബഡ്ജറ്റുകൾ വെളിയിടുക. അപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ സിനിമ അതൊരിക്കലും ഒരു എക്സാക്ട് ഫിഗേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ കിട്ടില്ല. കാരണം അവര് പറയുന്ന ഓവർസീസിന്റെ ഫിഗേഴ്സ് അവർക്ക് ഒരിക്കലും കിട്ടില്ല, റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഫിഗേഴ്സ് അവർക്ക് ഒരിക്കലും കിട്ടില്ല. കേരള ബോക്സ് ഓഫീസ് OTT-യുടെ ഫിഗർ ഞാനും OTT ആയിട്ട് എഗ്രി ചെയ്യുന്ന ഒരു ഫിഗർ ഞാൻ ഒരിക്കലും പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തമില്ല. അത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബസ് മാത്രമാണ്. എനിക്ക് സാറ്റലൈറ്റ് എന്റെ ഡബിംഗ് റൈറ്റ്സിനെ കുറിച്ച് അസോസിയേഷൻ അറിയാൻ പറഞ്ഞു. ഞാൻ റീമേക്ക് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞു. ഞാൻ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് പറയാം. ഞാൻ വാലാട്ടി ഇവിടുത്തെ ബോക്സ് ഓഫീസ് ഫെയിലിയർ ആണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വാലാട്ടി എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഫോറിൻ ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യപ്പെട്ട സിനിമയാണ് വാലാട്ടി. റഷ്യയില് ഇന്നലെ ശരഫ് പറയുന്നുണ്ടായിരുന്നു വാലാട്ടി ഇൻ ടു സ്പാനിഷ്, റഷ്യൻ, എനിക്ക് എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷിന്റെ ഓഫർ വന്നിട്ടുണ്ട്. സോ അതിന്റെ ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും വാലാട്ടി എന്ന സിനിമയുടെ റവന്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു അസോസിയേഷൻ ഇത് ഫ്ലോപ്പാണ് ഇത് ഹിറ്റാണെന്ന് ഡിക്ലെയർ ചെയ്യാം? അതുകൊണ്ടാണോ ഈ മലയാള സിനിമ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പറയാം? കാരണം പല പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ വെളിയിലോട്ട് വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ, അതുകൊണ്ടാണോ? അല്ല, അസോസിയേഷന് അത് കോസ്റ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അവരെടുത്തിരിക്കുന്ന സ്റ്റെപ്സ് ആണ്. ആ സ്റ്റെപ്സിൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് എന്നോണം ഈ മലയാള സിനിമ ഇങ്ങനെ കോസ്റ്റ് കൂടി നഷ്ടമാണെന്ന് പറയുന്നതിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് കറക്റ്റ് കണക്കായിരിക്കണം. ആ പ്രൊഡ്യൂസറിന്റെ പെർമിഷനോടെ കണക്ക്, ഞാൻ എന്റെ കണക്ക് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കണമെന്ന് എനിക്ക് കൊടുത്താൽ മതി അല്ലെ, അല്ലെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല. ഞാൻ പറയുന്നത് അത് ചെയ്യുമ്പോ കറക്റ്റ് ആയിരിക്കണം. കേരള ബോക്സ് ഓഫീസിനെ വെച്ചു അതും ഒരാഴ്ചയുടെ കണക്ക് വെച്ച് മാത്രം ഹിറ്റ് ഫ്ലോപ്പ്, അത് ആ കാൽക്കുലേഷൻ തെറ്റാണ്. ആ കാൽക്കുലേഷൻ തെറ്റാണ്. ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി കമ്പയർ ടു എനി അതർ ബോളിവുഡ്, ടോളിവുഡ്, സാൻഡൽവുഡ് അല്ലെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. 56 to 76% സക്സസ് റേഷ്യോ ഫോർ എ ക്ലാസ് ഫിലിം. അപ്പൊ നമ്മളിപ്പോ സിനിമ കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല, എല്ലാ ആർട്ടും ആർട്ട് തന്നെയാണെന്ന്. നമുക്കറിയാം ഈ സിനിമകളുടെ ഒരു ആളുകൾ വെയിറ്റ് ചെയ്യുന്ന പടങ്ങൾ, ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ ഹൗസസ് അങ്ങനെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ഉള്ള സിനിമകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. ഒരിക്കലും നമ്മുടെ ഇൻഡസ്ട്രി ലോസിലാണെന്ന് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അത് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നും. കാരണം കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 15ഓളം പടങ്ങൾ ഒരു 50 crore ഗ്രോസ് ചെയ്തിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫിലിംസ് കൂടുതൽ ഇറങ്ങുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്പർ ഓഫ് ഫിലിംസ് 199 ഫിലിംസ് ഇറങ്ങുന്ന
ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടോ എന്നുള്ളത് തന്നെ സംശയമുണ്ട്. കാരണം നമ്മുടെ ഒരു പോപ്പുലേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റ് സൈസ് വെച്ചിട്ട് അത്രയും ഫിലിംസ്, അപ്പൊ അത്രയും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളവര്, സിനിമയെ സ്നേഹിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അവരുടെ ടാലന്റ്, ഇപ്പൊ ചിലവർക്ക് എല്ലാ ആർട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കിട്ടണമെന്നില്ല, അവർക്ക് വേണ്ട ആക്ടേഴ്സിനെ കിട്ടണമെന്നില്ല, അവർക്ക് വേണ്ട ടെക്നീഷ്യൻസിനെ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ സിനിമ ചെയ്ത് അവരുടെ ടാലന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് അത് ചെയ്തെന്നിരിക്കും. ചിലവർ, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവര് ഒരു പ്രോഫിറ്റ് ആലോചിച്ചിട്ടല്ല അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്. എല്ലാവരും സിനിമ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ്, ഇത് സിനിമ ഹിറ്റായി ഞാൻ കോടികൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അത് അവരുടെ പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അവര് ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സിനെ എനിക്കറിയാം. എനിക്കറിയാവുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ്, NRIs, അവര് ഞാൻ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന സിനിമ കാണിക്കും. അപ്പൊ പിന്നെ സുഹൃത്തുക്കളുടെ രീതിയിൽ നിങ്ങൾ ഇതൊന്ന് കാണണം, നിങ്ങൾ എന്തിനാ സിനിമ എടുക്കുന്നത്, നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന പരിപാടിയാണ്. അതൊന്നുമല്ല, ലൈഫിൽ ഒരു പടം എടുക്കണമെന്നൊരു ആഗ്രഹവും. അതിനെ ഒരിക്കലും അവര് തന്നെ ആ സിനിമയുടെ റിലീസിൽ നിന്ന് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അവർ ചിലപ്പം അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം, അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം. എന്റെ അടുത്ത് വന്ന് അഭിനയിക്കാൻ പറയുന്നവരുണ്ട്, എന്റെ അടുത്ത് ഇത് കണ്ടിട്ട് ഞങ്ങള് ഒരു ആഗ്രഹം കൊണ്ട് എടുത്തതാണ് എന്നൊക്കെ. അതിനെ ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയുടെ ലോസ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ പ്രോഫിറ്റിന് വേണ്ടിയാണ് എടുത്തത്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് എ catch 22 സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ഒരു ഹാഫ് കുക്ഡ് ആയിട്ടുള്ള കണക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് കണക്കായിരിക്കണം. ആ കണക്ക് ഹാഫ് കുക്ഡ് ആയിട്ടുള്ള കണക്ക് കൊടുക്കുമ്പോ നമ്മൾ ഇൻഡസ്ട്രിയെ ഒരു റോങ് നോട്ടിൽ വെളിയിലുള്ളത് സത്യമാണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മലയാളത്തിലേക്ക് സക്സസ് റേഷ്യോ കണ്ടിട്ട് അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു റോങ് നോട്ട് പോകുമ്പോ അവർ ചിലപ്പോൾ ഷൈ ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ മെമ്പർ ഓഫ് ദി അസോസിയേഷൻ, പടക്കളം എന്ന് പറഞ്ഞ സിനിമയുടെ കണക്ക് ഞാൻ അപ്രൂവ് ചെയ്യാറ്. ബിക്കോസ് എനിക്ക് മാത്രമാണ് അതിന്റെ കണക്കറിയാവുന്നത്. മനുവിന് പോലും അതാണ്, മനു ബുക്ക് മൈ ഷോ വെച്ചിട്ടാണ് മനു നോക്കുന്നത്. എനിക്ക് മാത്രമേ അതിന്റെ എക്സാക്ട് ഫിഗർ അറിയാൻ പറ്റുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.